കേരളത്തിലെ ക്രൈസ്തവ ജനത എക്കാലത്തും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന് കീഴിൽ ബുദ്ധി പണയപ്പെടുത്തി ജീവിച്ചവരായിരുന്നില്ല. കാലോചിതമായ മാറ്റങ്ങളും അപ്പോഴുള്ള രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷങ്ങളും വിലയിരുത്തി യുക്തിഭദ്രമായ തീരുമാനങ്ങളും നിലപാടുകളും കൈക്കൊള്ളുന്നവരാണ്. ഒന്നുകൂടി പറഞ്ഞാൽ സമദൂര നിലപാടുകളുടെ സമ്മർദ്ദങ്ങൾ കാട്ടി വിലപേശാനും പോകാറില്ല. ഭീഷണികൾക്കോ പാരദോഷികങ്ങൾക്കോ വഴങ്ങി നട്ടെല്ല് വളച്ചു നിൽക്കാറുമില്ല എന്നതായിരുന്നു ക്രൈസ്തവരുടെ നിലപാട്. എപ്പോഴും കേരളത്തിലെ ഭരണത്തെ നിർണയിക്കുന്ന നിഷ്പക്ഷ നിലപാടുള്ളവരിൽ ഭൂരിപക്ഷവും ക്രൈസ്തവർ തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇടതിനും വലതിനുമൊപ്പം ചാവേറുകളായി പോലും നിന്നവരടക്കം കേരളത്തിലെ സകല ക്രൈസ്തവരും PC ജോർജ് എന്ന നേതാവിന്റെ കീഴിൽ അണിനിരക്കുന്ന കാഴ്ചയാണ് ഏവരും കാണുന്നത്. അസംഘടിതരായ ചിതറി നിന്ന ക്രൈസ്തവരുടെ വൈകാരിക മാനങ്ങൾ മാത്രമല്ല, അരക്ഷിതരായ ഹൈന്ദവ സഹോദരന്മാരിൽ ബഹുഭൂരിപക്ഷവും PC-ക്കൊപ്പം അണിനിരന്നിരിക്കുകയാണ്. PC ജോർജിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന അഭൂതപൂർവമായ ജനപിന്തുണയും സ്വീകാര്യതയും കേവലം ഒരു നിമിഷത്തെ ഗാലറിക്ക് വേണ്ടിയുള്ള കളി കൊണ്ടോ മതന്യൂനപക്ഷത്തിലെ ജനസാമാന്യങ്ങളുടെ പൾസറിഞ്ഞുള്ള അവസരവാദ കേളികൾ കൊണ്ടോ നേടിയതല്ല. മറിച്ച് കാലിക രാഷ്ട്രീയ സാഹചര്യങ്ങളാൽ അവ സ്വാഭാവികമായി PC എന്ന നേതാവിൽ വന്നു ചേരുകയായിരുന്നു. ഉദാത്തമായ അച്ചടക്കവും പൗരധർമ്മങ്ങളും സാമൂഹ്യ സന്തുലനാവസ്ഥകളുമൊക്കെ പാലിച്ച് ജീവിച്ചിട്ടും ഭരണകൂടത്തിൽ നിന്ന് നീതി നിഷേധിക്കപ്പെട്ടു പോകുന്ന ക്രൈസ്തവരുടെ ധാർമ്മിക രോഷങ്ങളും ആവശ്യഘട്ടങ്ങളിൽ വടിപ്പശ കുപ്പായത്തിനൊപ്പം തിളക്കമുള്ള ചിരിയുമായി അരമന കയറിയിറങ്ങിയ തങ്ങൾക്ക് സഹായകമാകുമെന്ന് കരുതിയ ഖദർദാരികളുടെ അവസരവാദപരമായ നിലപാടുകളും മാറി ചിന്തിക്കാൻ ക്രൈസ്തവരെ പ്രേരിപ്പിച്ച ഘട്ടത്തിലായിരുന്നു ഇലക്ഷനിൽ പരാജയപ്പെട്ട് രാഷ്ട്രീയ ഗോതയിൽ അപ്രസക്തനായ PC ജോർജ് ക്രൈസ്തവ അനുഭാവമായ നിലപാടുകളുമായി വർദ്ധിത വീര്യത്തോടെ വരുന്നത്. നൈസർഗികമായ ക്രൈസ്തവാഭിമുഖ്യമുള്ള നിലപാടുകൾ ഉള്ളയാളാണെങ്കിലും അദ്ദേഹത്തിന്റെ അത്തരം ഇടപെടലുകൾ പൊതുസമൂഹം ഏറെ ശ്രദ്ധിക്കുന്നത് പാലാ രൂപതാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിനെതിരെ നാർക്കോട്ടിക് ജിഹാദ് പരാമർശത്തിൽ ഭരണ പ്രതിപക്ഷത്തിന്റെ ഒത്താശയോടെ ജിഹാദികൾ അഴിഞ്ഞാടിയപ്പോഴായിരുന്നു. പിന്നെ ഈശോ സിനിമ വിവാദം കത്തിപ്പടർന്നപ്പോഴും PC ശക്തമായി ക്രൈസ്തവർക്ക് വേണ്ടി നിലകൊണ്ടു. കാലങ്ങളായി കബളിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ ജനതയുടെ അടക്കി പിടിച്ച സഹനങ്ങളുടെ ശമനമായി PC ജോർജ് അങ്ങനെ ഉയർന്നു വരികയായിരുന്നു. അല്ലെങ്കിൽ തങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാൾ വന്നിരുന്നെങ്കിൽ എന്ന് ആശങ്കപ്പെട്ട ഈ സമൂഹം PC-യിൽ ആ നേതാവിനെ കണ്ടു. അതാണ് സത്യം. കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളായി കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു കളിക്കുന്ന PC-ക്ക് ഒരു പൊളിറ്റീഷ്യൻ എന്ന നിലയിൽ വെച്ചു പുലർത്തിയ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്തുമാകട്ടെ, ക്രൈസ്തവരുടെ കാലിക സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഇസ്ലാമിക തീവ്രവാദികൾക്കെതിരെ അദ്ദേഹം ഉയർത്തുന്ന ആരോപണങ്ങൾ വസ്തുതാപരം തന്നെയാണ്. PC നാളെ മലക്കം മറിഞ്ഞ് മറുകണ്ഠം ചാടിയാലും ആ പരമാർത്ഥങ്ങൾ ഇവിടെ നിലനിൽക്കുകയും ചെയ്യും. ഇവിടെയാണ് ഹൈന്ദവരായ സഹോദരങ്ങളും PC-യെ പിന്തുണയ്ക്കുന്നത്. സാമൂഹ്യ അന്തരീക്ഷത്തിൽ കാലങ്ങളായി അവരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സംഘർഷങ്ങളും കൂടിയാണ് PC ചിലപ്പോഴായി അനാവരണം ചെയ്തത്. കേന്ദ്ര ഭരണകർത്താക്കളായ BJP-യുടെ കേരളത്തിലെ നേതാക്കന്മാർക്ക് പോലും ആർജിക്കാനാകാത്ത സ്വീകാര്യത, രാഷ്ട്രീയ നിഷ്പക്ഷത പാലിക്കുന്ന ഹൈന്ദവരിൽ നിന്നും PC-ക്ക് കിട്ടിയത് ഒരു രാത്രി ഇരുണ്ട് വെളുത്തപ്പോഴല്ല. കാലങ്ങളായി കേരളം ഭരിക്കുന്ന ഇടതിർക്കും വലതിർക്കുമൊപ്പം നിന്നിട്ടും ഈ 2 വിഭാഗത്തിന്റെയും ആശങ്കകൾ പരിഹരിക്കാൻ മെനക്കെടാതെ അവർ ഇസ്ലാം ആഭിമുഖ്യ നിലപാടുകളാണ് സ്വീകരിച്ചത്. അതിനവരെ പ്രേരിപ്പിച്ച ഘടകം വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന കനത്ത പാരിതോഷികങ്ങളോ അധികാരത്തിന്റെ അപ്പകഷ്ണങ്ങൾ ഉറപ്പിച്ചു തരുന്ന വോട്ട് ബാങ്കുകളോ ഒക്കെയായിരുന്നു. അവർക്ക് രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറഞ്ഞ് സാധാരണക്കാരുടെ നാവായി PC ജോർജിനെ പോലെയുള്ള ഒരാൾ വളർന്നു വരുന്നത് അവർക്കെല്ലാം അസുഖകരമായിരുന്നു. മാധ്യമങ്ങളുടെ പിന്തുണയും അവർക്ക് തന്നെയായിരുന്നു. അവർ PC-യെ രാജ്യദ്രോഹിയെന്നും തീവ്രവാദിയെന്നും മുദ്രകുത്താൻ മത്സരിച്ചു. അതിനവർക്ക് പ്രത്യേക പാരിതോഷികങ്ങളും കിട്ടി. കാരണം മിക്ക മാധ്യമങ്ങളുടെയും നിലനിൽപ്പിനാവശ്യമായ ഫണ്ട് ഒഴുക്കുന്നവരായിരുന്നു മിക്കപ്പോഴും PC-യുടെ മൂർച്ചയുള്ള ആരോപണമേറ്റ് പുളഞ്ഞത്. ചോറ് തരുന്ന യജമാനന്മാരോട് കൂറ് കാണിക്കേണ്ടത്
മാധ്യമ തൊഴിലാളികളുടെ ധർമ്മമാണല്ലോ. അതവർ തുടരുന്നു. ധീരനായ ഒരു യോദ്ധാവിനെ പോലെ പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്ന് അറസ്റ്റ് വരിച്ച് ജയിലിൽ പോയ PC തീവ്രവാദികളെ സുഖിപ്പിക്കാൻ തന്നെ കാരണമില്ലാതെ വേട്ടയാടിയ പിണറായിക്കുള്ള മറുപടിയുമായി തൃക്കാക്കരയിലേക്ക് എത്തുകയാണ്. ഇടതിരും വലതിരും മാധ്യമങ്ങളും കേരളത്തിലെ നിഷ്പക്ഷരായ ജനങ്ങളും തൃക്കാക്കരക്കാർക്കൊപ്പം PC-യുടെ ശബ്ദത്തിനായി കാതോർക്കുകയാണ്. സ്വേച്ഛാധിപത്യത്തിന്റെ തിട്ടൂരങ്ങളുമായി അണികളുടെ ചിന്താശേഷിയെ പോലും വരിയുടച്ചും നിഷ്ക്രിയത്വം അടിച്ചേൽപ്പിച്ചും വാഴുന്ന നഗ്നനായ ഒരു രാജാവിന്റെ നിശബ്ദമായ ആകാശം. PC ജോർജ് എന്ന പെരുമഴയുടെ സീൽക്കാരത്താൽ തകർന്നടിയുമോ? നമുക്ക് കാത്തിരിക്കാം.